നമസ്കാരം. ലോക്സഭയിൽ ബജറ്റ് സമ്മേളനം പുരോഗമിക്കുകയാണ്. ഈ ബജറ്റ് സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ചിലപ്പോഴൊക്കെ വലിയ എൻ്റർടൈൻമെൻറ്റാണ്. കാരണം ഒരു കോമാളി ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് സംസാരിച്ചിട്ടും പ്രസംഗിച്ചിട്ടൊക്കെ പോകുമ്പോൾ അത് കേട്ട് നിൽക്കുവാനായിട്ടും കണ്ടു നിൽക്കുവാനുമൊക്കെ ശരിക്കും വലിയ ഒരു തമാശയാണ്. കാരണം ഇത്തരം പിരിമുറുക്കം നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു നല്ലൊരു എൻ്റർടൈനറാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എങ്ങനെയാണ് ഇത്രയധികം മണ്ടത്തരങ്ങൾ ഒരാളുടെ തലയിൽ ഉണ്ടാകുന്നത് എന്ന് അറിയാൻ പോലും പറ്റില്ല. ഇത്രയും വലിയ രീതിയിൽ മണ്ടത്തരം പറയുന്ന ഒരാളെ എങ്ങനെയാണ് പാർലമെൻറ്റിലേക്ക് ജനങ്ങൾക്ക് അയക്കുവാൻ കഴിയുക എന്ന് അമ്പരന്ന് പോകും നമ്മൾ ചിലപ്പോഴൊക്കെ. കാരണം ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് രാഹുൽ ഗാന്ധി അവിടെ നടത്തുന്നത്. അതായത് ഇദ്ദേഹം കോൺഗ്രസിനെ മാത്രമല്ല സഭയെ തന്നെയാണ് സത്യത്തിൽ ഈ രീതിയിൽ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും എന്ന് വേണം കണക്കാക്കാൻ. സാമാന്യമായ ഒരു വിവരം ഇതിൻ്റെ നിയമങ്ങളെക്കുറിച്ചോ എങ്ങനെയാണ് പാർലമെൻറ്റ് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചോ ഒന്നും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുന്ന ആൾക്കാർക്കും അറിയില്ല എന്ന് വേണം കണക്കാക്കാൻ. അതായത് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ BJP അവകാശ ലംഘനത്തിലുള്ള ഒരു നോട്ടീസ് കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെ പാർലമെൻ്ററി കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരം നിയമങ്ങളെക്കുറിച്ചും നിബന്ധനകളെക്കുറിച്ചും അറിയാത്ത രാഹുൽ ഗാന്ധി വന്ന് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിനാരാണ് ഇദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന് അറിയില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു കോമാളിയുടെ ഭംഗി തന്നെയുണ്ട് പലപ്പോഴും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ പാർലമെൻറ്റിൽ നടത്തുമ്പോൾ. ഇടയ്ക്കൊക്കെ തെറി വിളിക്കുന്നു, നോൺസെൻസ് എന്നൊക്കെ പറയുന്നു. വ്യാപാര കരാർ തന്നെ ഇന്ത്യയിലെ ചില ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം ചമച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും രാഹുൽ ഗാന്ധിയുടെ കയ്യിലുണ്ടോ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ പണ്ട് വിയറ്റ്നാം കോടതിയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ ആ രേഖ എൻ്റെ കയ്യിലുണ്ട്, ഇതാണ് ആ രേഖ എന്ന് കൈ ഉയർത്തി പറയും പോലെ മാത്രമേ രാഹുൽ ഗാന്ധി തൻ്റെ തെളിവുകൾ സമർപ്പിക്കാറുള്ളൂ. ഹർദീപ് സിംഗ് പുരിക്കെതിരെയും ചില വ്യാജമായ ആരോപണങ്ങൾ അദ്ദേഹം സഭയിൽ വെച്ച് പടച്ചു വിടുകയുണ്ടായി. അതിനെതിരെ കൃത്യമായി തന്നെ ഹർദീപ് സിംഗ് പുരി മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് UN-ൻ്റെ ചില പീസ് ട്രീറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എപ്സ്റ്റീനുമായിട്ട് താൻ കൂടിക്കാഴ്ച നടത്തിയതെന്നും. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ചില ലീഡർമാർക്ക് എങ്ങനെയാണ് ഇയാളുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞത് എന്നൊക്കെ വളരെ വലിയ അത്ഭുതകരമായ രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അദ്ദേഹം വിചാരിച്ചു കാണും ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നതുപോലെയാണ് എല്ലാവരും ഈ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട എപ്സ്റ്റീനെ കാണാൻ പോയതെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ രാഹുൽ ഗാന്ധി വിശ്വസിച്ച് വെച്ചിട്ടുണ്ടാവുക. അത്തരത്തിലല്ല രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കോൺഗ്രസ്സിലും ഇപ്പോൾ ആരും തന്നെയില്ല. ഉപദേശിക്കുന്നതാകട്ടെ ഇപ്പോൾ സരിതയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആരോപണങ്ങളൊക്കെ ഉണ്ടായ ശ്രീ വേണുഗോപാലാണ് ഉപദേശം കൊടുക്കുന്നതും. അപ്പോൾ ആ ഉപദേശത്തിൻ്റെ വലിപ്പവും കൃത്യതയും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം ബോധത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും ഇദ്ദേഹം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ വന്ന് പാർലമെൻറ്റിൽ പറയുന്നത്. എന്താണ് ഇത്തരത്തിൽ എവിടെ നിന്നാണ് ഈ രീതിയിലുള്ളൊരു ബോധമുണ്ടാക്കി എടുക്കേണ്ടത് എന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള വ്യക്തികളെയും ഇദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസ്സിൽ ലഭ്യവുമല്ല. മുന്നേ ഇന്ത്യയുടെ ഓർഡിനൻസ് പത്രക്കാർക്ക് മുന്നേ വലിച്ചു കീറിക്കളയുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതൊക്കെ ഹർദീപ് സിംഗ് പുരി വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുകയുണ്ടായി. ഇദ്ദേഹം എങ്ങനെയാണ് ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്നത്, എന്ത് തരത്തിലുള്ള ഒരു മാനസിക രോഗം എന്ന തരത്തിൽ ഇദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ച് കൂട്ടുന്നത് എന്ന്. ഇദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടെന്നല്ല, മാനസിക രോഗമുള്ള ആൾക്കാരെ പോലെ ഇദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ രീതിയിൽ കളിയാക്കി തന്നെ, പച്ചയ്ക്ക് കളിയാക്കി തന്നെ വിടുകയുണ്ടായി ഹർദീപ് സിംഗ് പുരി. എന്തായാലും രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും നന്നായില്ല എങ്കിൽ പാർലമെൻറ്റിൽ ഒരു മൂലയ്ക്ക് തന്നെ ഇരിക്കേണ്ടി വരും. ഇനി ചിലപ്പോൾ പാർലമെൻറ്റിൽ അടുത്ത തവണ ഇദ്ദേഹത്തിന് എത്താൻ കഴിയുമോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും കോൺഗ്രസ്സുകാരുൾപ്പെടെ വല്ലാത്ത രീതിയിലൊരു മടുപ്പ് ഇദ്ദേഹത്തിനെ കൊണ്ട് ബാധിച്ചു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ മനോരമയ്ക്ക് മാത്രം ഇപ്പോഴും 48% പിന്തുണ രാഹുൽ ഗാന്ധിക്കുണ്ട്. മനോരമയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും ഇന്ന് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ വലിച്ചു കീറി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പ്രസംഗം കേട്ട ഹിന്ദി അല്പമെങ്കിലും മനസ്സിലാകുന്ന എല്ലാ മലയാളിക്കും മനസ്സിലാകും രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് പാർലമെൻറ്റിൽ പറഞ്ഞു കൂട്ടിയത് എന്ന്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.